ഇപ്പോൾ പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ മാധ്യമങ്ങളെ കാണുന്നുണ്ട്. അതിലേക്ക് നിങ്ങൾ സ്ഥാനാർത്ഥികളായി മത്സരിക്കുന്നവരോട് നിങ്ങൾ കാണിക്കുന്ന ജനാധിപത്യ വിരുദ്ധമായൊരു നടപടിയാണ്. ഞാനങ്ങനെ മാധ്യമങ്ങളെ വിമർശിക്കുന്ന ആളല്ല. എന്നെ മാധ്യമങ്ങൾ വിമർശിക്കാറുണ്ട്, ഞാനത് സ്വീകരിക്കാറുണ്ട്, ഞാനത് കറക്റ്റ് ചെയ്യാറുണ്ട്. പക്ഷെ ഒരു ഡോക്യുമെന്റും ഇല്ലാതെ, ഒരു അറിവും ഇല്ലാതെ, ഒരു ഇൻഫർമേഷനും ഇല്ലാതെ വിവിധ മാധ്യമങ്ങൾ തോന്നിയതുപോലെ കേരളത്തിലെ 4 or 5 സീറ്റ് എടുത്തിട്ട് അവിടെയെല്ലാം ദുർബലമാണ്, സ്ഥാനാർത്ഥി ദുർബലമാണ്, സിറ്റിംഗ് എംപിക്ക് ബുദ്ധിമുട്ടുണ്ട് എന്ന് പറഞ്ഞ് പ്രചരിപ്പിക്കുന്നത് എന്തൊരു ഗുരുതരമായ കൃത്യവിലോപമാണ്. നിങ്ങൾ മാധ്യമ ധർമ്മത്തെ അവഹേളിക്കുകയാണ്. ശരിക്കും പറഞ്ഞാൽ ദയവ് ചെയ്ത് അതിൽ നിന്ന് പിന്മാറണം എന്ന് ഞാൻ വിനയപൂർവ്വം അഭ്യർത്ഥിക്കുകയാണ്. അത്ര മാറി മാറി മാധ്യമങ്ങൾ വയ്ക്കുമ്പോൾ ഓരോ 4 സീറ്റ് പറയുകയാണ് ഓരോരുത്തര്. നമ്മളൊക്കെ പൊളിറ്റിക്സ് അനലൈസ് ചെയ്യുന്ന ആളുകളല്ലേ, നമുക്കൊക്കെ അറിയാലോ ഓരോ മണ്ഡലത്തിലെ സ്ഥിതിയൊക്കെ. കേരളത്തിൽ തെരഞ്ഞെടുപ്പ് മത്സരം ഉണ്ടാവും, തെരഞ്ഞെടുപ്പിൽ നല്ല മത്സരം ഉണ്ടാവും. ഞങ്ങൾ മത്സരമില്ല, വോക്ക് ഓവറാണെന്ന് പറഞ്ഞിട്ടുണ്ടോ? 20 സീറ്റിലും ജയിക്കാനുള്ള വർക്കാണ് ഞങ്ങൾ ചെയ്യുന്നത്. കാരണം ഞങ്ങൾക്ക് കഴിഞ്ഞ പ്രാവശ്യം 20-ൽ 19 പാർലമെന്റിൽ കിട്ടിയതാണ്. അത് മാറേണ്ട യാതൊരു സാഹചര്യവും ഈ പാർലമെന്റ് തെരഞ്ഞെടുപ്പിലില്ല. മാത്രമല്ല അന്നുണ്ടായിരുന്നതിനേക്കാൾ ഗുരുതരമായ രീതിയിലുള്ള ഒരു ആന്റി ഇൻകംബൻസി സംസ്ഥാന ഗവൺമെന്റ് നേരെയും കേന്ദ്ര ഗവൺമെന്റ്. വി.ഡി. സതീശൻ പ്രതിപക്ഷ നേതാവ് മാധ്യമങ്ങളെ കാണുകയാണ്. അദ്ദേഹം ആദ്യം സൂചിപ്പിച്ചത് വെറ്ററിനറി സർവകലാശാലയിൽ സിദ്ധാർത്ഥന്റെ മരണവുമായി ബന്ധപ്പെട്ടാണ്. അതിൽ SFI നേതാക്കളെ സംരക്ഷിക്കാൻ, അവരെ കേസിൽ നിന്ന് ഒഴിവാക്കാൻ പോലീസിന്റെ ശ്രമം നടക്കുന്നു. മുഖ്യമന്ത്രിയാണ് ഈ ആക്രമണങ്ങൾക്കെല്ലാം ഉത്തരവാദി എന്നുള്ള കാര്യം അദ്ദേഹം പറയുന്നുണ്ട്. ഇപ്പോൾ അദ്ദേഹം സംസാരിച്ചത് തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളാണ്. സിറ്റിംഗ് എംപിമാർ മത്സരിക്കുന്നതിനെ പറ്റി മാധ്യമങ്ങൾ നൽകിയ വാർത്തയിൽ മാധ്യമങ്ങൾക്കെതിരെ രൂക്ഷമായിട്ടുള്ള ഭാഷയിൽ വിമർശനം ഉന്നയിക്കുന്നുണ്ട്. അതേസമയം തന്നെ നിലവിൽ വലിയ രീതിയിലുള്ള ഭരണവിരുദ്ധ വികാരം കേരളത്തിലുണ്ട്. അതുകൊണ്ട് തന്നെ UDF-ന് അനുകൂലമായിരിക്കും ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പ് എന്നുള്ള കാര്യമൊക്കെയാണ് അദ്ദേഹം പറയുന്നത്.